Hello everyone, welcome to the vlog. അപ്പോൾ ഇന്നും വിചാരിച്ച ബഡ്ജറ്റ് പ്ലാനിങ്ങും നമ്മുടെ നൈറ്റ് റുട്ടീൻസും കൂടിയാണ് കേട്ടോ. അന്നേരം ഫസ്റ്റ് തന്നെ നമുക്ക് ബഡ്ജറ്റ് പ്ലാനിങ്ങിൻ്റെ ബഡ്ജറ്റ് പ്ലാനിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. ആഴ്ച ഒരു ദിവസം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതാണ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബഡ്ജറ്റ് എപ്പോഴും സേവ് ചെയ്യുന്നത് ഓഫേഴ്സ് വഴിയാണ്. ഞാൻ വീട്ടിൽ നമുക്ക് ബേസിക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളില്ലേ, അതായത് നമുക്ക് എപ്പോഴും അത് വേണം. ഫോർ എക്സാമ്പിൾ പേസ്റ്റ്, സോപ്പ്, ഡിറ്റർജൻറ്റ്, പിന്നെ ഡിഷ് വാഷർ, പിന്നെന്താ ബാത്റൂം ക്ലീനേഴ്സ്, ഫ്ലോർ ക്ലീനേഴ്സ്, ഇതൊക്കെയെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ വർഷവും വേണ്ട ഒരു സാധനമാണ്. അതൊക്കെയാണ് ഇപ്പോൾ ലുലുവിൽ ഓഫറൊക്കെ വരത്തില്ലേ, അന്നേരം ഞാൻ ചെന്ന് മേടിക്കും. അന്നേരം എനിക്ക് തോന്നുന്നു നല്ലൊരു സേവിങ്സ് അതുവഴി നമുക്ക് ലഭിക്കും. പിന്നെയെന്ന് വിചാരിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ഒരു സേവിങ്സ് അല്ല, നമ്മൾ കുറച്ചും കൂടി ഒരു പ്ലാൻ ചെയ്യുമ്പം ലോങ് ടേം ബഡ്ജറ്റിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു സ്കീം ഉണ്ട്, മന്ത്ലി അത് അടയ്ക്കുക. അപ്പം ഞാൻ അടയ്ക്കുന്ന ഒരു സ്കീം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സുകന്യ സമൃദ്ധി. അതിനകത്ത് വർഷം 250 രൂപ അടച്ചാൽ മതി, നമുക്ക് ആ സ്കീം നിലനിർത്താൻ പറ്റും. എന്നിട്ട് ഇങ്ങനെയാണോ ഇത് ചെയ്യുന്നത്, എത്ര എമൗണ്ട് നമ്മുടെ കയ്യിൽ എത്രയാണോ അങ്ങനെ അടയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അത് ഫിനാൻഷ്യൽ എന്തെങ്കിലും ടെൻഷൻസ് വന്നാലോ, നമുക്ക് അതങ്ങ് ആ സ്കീം അങ്ങ് മുന്നോട്ട് പോകും. അപ്പം അങ്ങനെ 1-2 അവളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും അല്ലാതെയും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു അടവ് വരുമ്പം എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ടൈറ്റ്. അത് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് വെച്ചാൽ എനിക്കറിയാമല്ലോ ഏത് മാസത്തിലായിരിക്കും ഞാൻ അടയ്ക്കുന്നതെന്ന്. അന്നേരം ഞാൻ എൻ്റെ എല്ലാ എക്സ്പെൻസും ഭയങ്കര മിനിമലാക്കും കേട്ടോ. എസ്പെഷ്യലി ഞാൻ അവിടെ കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കും. പിന്നെ ഞങ്ങൾ സ്വിഗ്ഗി വഴി ഫുഡ് ഓർഡർ ചെയ്തില്ലേ, ആഴ്ച ഓർഡർ ചെയ്യും. അങ്ങനൊരു ശീലമുണ്ട്, അത് അവോയ്ഡ് ചെയ്യും. പിന്നെ കടകളിൽ ഇങ്ങനെ നമ്മൾ വെറുതെ കടയിൽ പോയാലും നമുക്ക് മേടിക്കാൻ ഒരു ടെൻഡൻസി ഇല്ലേ, അതൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കടകളിൽ പോക്കങ്ങ് നിർത്തും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ വീട്ടിലെ ബില്ലുകളിൽ ഒരു മാനേജ്മെൻ്റ് എന്ന് വിചാരിച്ചപ്പോൾ വാട്ടർ ബില്ല് എന്തായാലും ഇവിടെ അധികം ബേസിക്കായിട്ടുള്ളൊരു ബില്ലേ വാട്ടർ ബില്ല് വരത്തുള്ളൂ. പിന്നെ ആ കറണ്ട് ചാർജ് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുക്കാം. നമ്മൾ 6 മണി തൊട്ട് 9 മണി വരെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കറണ്ട് ലാഭിക്കാൻ കഴിയും. പിന്നെ ഇവിടെ അയൺ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇതില്ല. പിന്നെ എയർ ഫ്രയറും കൊണ്ട് എനിക്ക് വലിയ കറണ്ട് ചിലവ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ ശീലം എന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മളാണെങ്കിലും പഠിക്കുക, ആവശ്യമില്ലാതെ ഫാനും ലൈറ്റും ഒന്നും ഓൺ ചെയ്യാതിരിക്കുക. നമ്മൾ ഓൺ ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് അത് മസ്റ്റായിട്ട് ഓഫ് ചെയ്യുക. പിന്നെ TV ഒക്കെ വെറുതെ ചില വീഡിയോകളിൽ കണ്ടിട്ടില്ലേ ഇട്ടേക്കുന്നത്, എന്തിനാണ് വെറുതെ ഇടുന്നത്, അവർ കറണ്ട് ആവുന്നതല്ലേ. അപ്പം നമ്മളത് ഓഫ് ചെയ്യുക. അങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമ്മളെ കണ്ട് ഓട്ടോമാറ്റിക്കലി കൊച്ചുങ്ങളും പഠിക്കും. ഇവിടെ സാത്തിയൊക്കെ ഇപ്പം ഞാൻ ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയും. എസ്പെഷ്യലി ഞങ്ങൾ ബാത്റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് പോകും കേട്ടോ. എപ്പോഴും അവളും പോവും ഞാനും പോവും. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് ചെയ്തിട്ട് വഴക്ക് പറയും. അങ്ങനെയൊക്കെയാണ് ആ ഒരു ലെവലിലുള്ളൊരു സേവിങ്സ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ബഡ്ജറ്റ് സേവിങ്സ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ നിങ്ങൾ ഇതിൻ്റെ ഇടയിലൊന്ന് തുടങ്ങണം. ഇപ്പം ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന സുകന്യ സമൃദ്ധിയിലൊക്കെയാണെന്ന് വെച്ചാൽ വർഷം 250 രൂപ, അത് നമ്മുടെ കയ്യിൽ എന്തായാലും കാണുമല്ലോ, അത്ര അടച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ എത്രയുണ്ട് ആ രീതിയിലാണ് അടച്ചു പോകുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലെ കുറച്ച് സ്കീമൊക്കെ ഒന്ന് ഇത് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ്, എസ്പെഷ്യലി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ സേവ് ചെയ്യാം. ഇവിടെ എനിക്ക് എൻ്റെ ജോബിൽ ESI ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, പക്ഷെ എടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു തവണ എടുക്കാൻ പോയിട്ട് എനിക്കത് റിജക്ഷൻ ആയിപ്പോയി. ഇനി ഒരു തവണയും കൂടെ അത് ട്രൈ ചെയ്യണം. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക. ഞാൻ മാക്സിമം എമൗണ്ട് എപ്പോഴും സേവ് ചെയ്യാൻ നോക്കും. സേവിങ്സിലല്ല ശരിക്കും പോകുന്നത്, എൻ്റെ ലോണിലോട്ടാണ് പോകുന്നത്. എനിക്ക് കുറച്ചൊരു ലോണുണ്ട്. അപ്പം മാക്സിമം ഞാൻ അതങ്ങ് അടച്ച് തീർക്കാം. എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ട്, ഈ ഇത്ര വർഷത്തിനുള്ളിൽ അത് തീർക്കാമെന്ന്. ആ ഒരു ടാർഗറ്റ് വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും ഞാനിപ്പം അതിനകത്ത് അടച്ച് അങ്ങ് ആ ഒരു ലോണിപ്പോൾ ഏകദേശം തീരും എന്നുള്ള ഒരു ലെവൽ ആക്കി തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇതൊക്കെയാണ് ആസ് എ സിംഗിൾ മദർ എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്. പിന്നെ ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി ഒന്നും ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ.
ഇനി ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സമയമൊക്കെ പോയി. ഇത് കണ്ടോ, ഞാൻ അന്നൊരു കോഫി മാസ്ക് ഉണ്ടാക്കിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അത് ഇനി കുളിച്ചിട്ട് വരണം. പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുളി അത് മസ്റ്റാണ്. ദാറ്റ് ഇസ് എ മസ്റ്റ് ഐറ്റം. അല്ലെങ്കിൽ നമ്മൾ ആകെ കൂടി മുഷിഞ്ഞിരിക്കത്തില്ലേ, അതോടുകൂടി ഫുഡ് കഴിക്കുക ഇപ്പം എന്തോ താല്പര്യമില്ല. കൊറോണ വന്നു പോയതിന് ശേഷമുള്ള എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. എവിടെയെങ്കിലും പോയിട്ട് വന്ന ഉടൻ കുളിച്ചിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഞാൻ മേല് കഴുകും. കുളിക്കാൻ പറ്റിയില്ലെങ്കിലും മേല് കുളിച്ചിട്ടേ ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാ സകലത്ര പണിയും കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഈ 2 ശീലങ്ങളാണ് എനിക്ക് കൊറോണ കാലത്തിൽ നിന്നും കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വിചാരിച്ചാൽ റൈസാണ് കേട്ടോ. ടൊമാറ്റോ റൈസും പിന്നെ മീൻ വറുത്തതും. അന്നേരം ഞാൻ ഈ ഒരു കോംബോ കണ്ടത് ഏതോ ഒരു ചാനലിലാട്ടോ, ഏതോ ഒരു വ്ളോഗിൽ. എന്നിട്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയത്. കൊള്ളാം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ട്, അപ്പോൾ അന്നേരം കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതേ കണക്ക് വറുത്ത മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോലെ ഇങ്ങനെ റൈസൊക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ സാത്തിക്ക് കൊടുത്തു. സാത്തി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞങ്ങളിങ്ങനെ കട്ടൻ ചായ കുടിക്കുക. നമ്മുടെ ബ്രൂവിൽ ഒരു 2 രൂപയുടെ ഒരു പാക്കറ്റ്സ് ഇല്ലേ, അതാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. ഇനി ഇവിടെ ഒരു ബഡ്ജറ്റ് സേവിങ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഹോർലിക്സ്, ബൂസ്റ്റ്, ഇതാണെങ്കിൽ ബ്രൂ കോഫി, ടീ ചിലപ്പോൾ ഡെയിലി ഇത് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ടീ പൗഡർ മേടിക്കുന്നതിന് നഷ്ടമില്ല. ഇപ്പോൾ ഹോർലിക്സ്, ബോൺവിറ്റ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 5 രൂപയുടെ ആ പാക്കറ്റിൽ മേടിക്കുന്നതിന് ഏറ്റവും ലാഭം കേട്ടോ. കാരണം ഇപ്പം നമ്മളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും കുറച്ച് നാൾ കുടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മടുത്ത് കഴിഞ്ഞ് ഇതൊന്നും കുടിക്കത്തില്ല. അപ്പോൾ വലിയ പാക്കറ്റ് മേടിച്ചിട്ട് ഇവിടെ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ കട്ട പിടിച്ച് കളയുമായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാം കുഞ്ഞു പാക്കറ്റാണ് മേടിക്കുന്നത്. അന്നേരം നമുക്ക് നല്ലൊരു ആദായം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സോപ്പൊക്കെ ഇങ്ങനെ 5 രൂപയുടെ 10 രൂപയുടെ സോപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചേക്കും. ശരിക്കും കുളിക്കാനല്ല, നമ്മൾ കൈ കഴുകാനും പിന്നെ ഞാൻ എൻ്റെ ടബൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പം ഇതെന്ന് വിചാരിച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ട്. അപ്പോൾ ഇന്നാണ് എനിക്ക് പുഴുങ്ങാൻ വേണ്ടി ഒരു സമയവും സന്ദർഭവും കിട്ടിയത്. എന്തായാലും കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലടുപ്പിക്കുക. ഞാൻ കപ്പയും ഇങ്ങനെയാണ് കേട്ടോ വേവിക്കുന്നത്. അതിനുശേഷം വാഴയിലയിൽ നല്ല ചൂടോടെ ആ തൊലി പൊളിച്ചിടുന്നത് നന്നായിരിക്കും. ഇവിടെ വാഴയൊന്നും ഇലയില്ല കേട്ടോ. ഇത് അപ്പുറത്തുനിന്ന് പിച്ചിക്കൊണ്ട് വന്ന വാഴയിലയിലാണ് ഞാൻ ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു ട്രഡീഷണൽ മദർ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉടലെടുക്കും. അന്നേരമാണ് വാഴയില, കറിച്ചട്ടി ഇതൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത്. പക്ഷേ കറിച്ചട്ടി ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കുക്കിങ്ങിന് എനിക്ക് വലിയ സ്കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് നമ്മൾ ആരിട്ട് കറിച്ചട്ടിയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ കറിച്ചട്ടിയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. അന്നേരം ഞാൻ സാത്തിയും കൂടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് സാത്തിന് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കൊടുക്കാം. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അറ്റ്ലീസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് വയറ് നിറയുകയും ചെയ്യും. പക്ഷെ പിള്ളേരെ കഴിപ്പിക്കുന്നൊരു ടാസ്ക് ആണല്ലോ. പിന്നെ വല്ലപ്പോഴും ആയതുകൊണ്ട് സാത്തിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബാക്കിയെല്ലാം സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ തന്നെ തട്ടി വിട്ടു. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ഞാൻ ഇപ്പോൾ കുറച്ചൊന്നും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇടയായിട്ട് ആഴ്ച ഞാനിങ്ങനെ നേരത്തെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് കൂടുതൽ മീൻ, ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഇപ്പം പ്രായമേറി വരുന്നു, നമുക്ക് ക്ഷീണം കൂടി വരുന്നു. ഇതേ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് ഷിഫ്റ്റ് ജോബ് ഇതിനൊക്കെ ഒരുപാട് നമുക്ക് ഇതുണ്ട്. അന്നേരം ഞാൻ ഇതേപോലെ ഇപ്പം ക്യാരറ്റൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുക. ക്യാരറ്റ്, ബീട്രൂട്ട്, ഡെയിലി തൈര് നിങ്ങൾ ഒരു ചെറിയൊരു കപ്പിലാണെങ്കിൽ തൈര് കുടിക്കുന്നത് നല്ല കേട്ടോ. അത് ഇത്രയും ഞാൻ മസ്റ്റായിട്ട് എല്ലാ ദിവസവും കഴിച്ചിരിക്കും. ഇപ്പം എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം ഇപ്പം അങ്ങനെയാണ്. പിന്നെ ഭയങ്കര വലിയ ആരോഗ്യമൊന്നും ഇല്ല എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ അങ്ങനെയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി ഓരോ ബോക്സിനകത്ത് ഇത് കണക്ക് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഇത് കണക്കത്തെ ബ്രൗൺ പേപ്പറില്ലേ, അതിനകത്ത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഈർപ്പമൊന്നും കയറത്തില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. 2 ആഴ്ചയൊക്കെ സുഖമായിട്ടിരിക്കും കേട്ടോ. വെജിറ്റബിൾസ് ഇത് ഞാൻ പാല് കാച്ചി വെക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എല്ലാ ദിവസവും ഭയങ്കര തൈര് എനിക്ക് വേണം. 3 നേരവും ഞാൻ തൈര് കുടിക്കും. കാരണം ഒന്നാമത് ഭയങ്കരമായ ചൂടാണ്.
രണ്ടാമതെന്ന് വിചാരിച്ചാൽ ഡെയിലി നമ്മൾ തൈരോ അല്ലെങ്കിൽ നമ്മൾ കാൽസ്യം കണ്ടൻറ്റുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലണം. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾ അത്ര വലിയ കോൺഷ്യസ് ഒന്നുമല്ല. നമ്മൾ വേഗം ഫുഡ് ഉണ്ടാക്കുന്നു, ബാക്കിയുള്ളവരെ ഫീഡ് ചെയ്യുന്നു, നമ്മൾ ബാക്കിയുള്ള പണികൾ തീർക്കുന്നു, പിന്നെ മേടിക്കാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊക്കെയാണ് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ ഹെൽത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പോഴും കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ജിമ്മിലൊക്കെ പോയി അവരെ ഹെൽത്തൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യണമെന്ന്. പക്ഷേ ആലോചന മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ, എന്തെങ്കിലും ഒരു വർക്കൗട്ട്. കാരണം ഇപ്പം നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്തൊക്കെ കഴിയുമ്പം അങ്ങ് വയ്യാണ്ടിങ്ങനെ ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയാണ്. ഒന്നാമത് ഭയങ്കരമായിട്ടുള്ള ചൂട്. എന്നിട്ട് ഞാൻ വിചാരിച്ച് ക്യാരറ്റും ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടാക്കാമെന്ന്. എൻ്റെ കയ്യിൽ ചോപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിക്കകത്താണ് കേട്ടോ എല്ലാം ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഈ മിക്സിക്കകത്താണെങ്കിൽ അധികം അങ്ങോട്ട് അരയത്തില്ല കേട്ടോ. അങ്ങ് ഭയങ്കരമായിട്ട് അരയുന്ന മിക്സി ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം തോരന് ഇത് ചെയ്യാൻ വേണ്ടി. ഇത് തേങ്ങയല്ല ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ തിരുമ്മി വെച്ചേക്കും. ഇതാകുമ്പോൾ എനിക്ക് വർക്കിംഗ് ഡേയ്സിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ ഇതിനകത്തുള്ളത് എൻ്റെ ബീട്രൂട്ട് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിപ്പോൾ മാറ്റാൻ വേണ്ടി സമയമായി, കുറേ കാലമായി. അതും ഇത്രയാണ് എൻ്റെ ഫ്രിഡ്ജിനകത്തുള്ളത്. ഇനി നമ്മുടെ മിക്സിയൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി കുട്ടപ്പനാക്കിയിട്ട് തിരിച്ചതായത് പ്ലേസിൽ വെക്കുക. അപ്പം നമുക്കെല്ലാം ക്ലീനാക്കി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് അന്നേരം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കധികം ജോലിപ്പാടില്ല. എവിടെയെങ്കിലും വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ദിവസം ഒത്തിരി നേരത്തെ ജോലിയൊക്കെ തീർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉച്ച സമയം കിടന്ന് ഉറങ്ങുന്ന സമയമുണ്ടല്ലോ, അന്നേരം എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യുന്നത് അത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഡീൽ ഇതാണ്, ഇങ്ങനെയാണ്. ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ട് തോരൻ ആക്കി വെച്ചു. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ. നമ്മുടെ സാത്തിക്കുഞ്ഞ് ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇത്രയും പരിപാടികൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട്. ഇനി അടുക്കളയിൽ അടുത്ത പരിപാടി എന്ന് വിചാരിച്ചാൽ ഇതെല്ലാം അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത്. എല്ലാം ആറിയതിന് ശേഷം നമ്മൾ അടച്ച് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമ്മൾ കുറച്ചൊന്ന് റിലാക്സേഷനാണ്. പിന്നെ സാത്തിക്കും എനിക്കും ഞങ്ങൾ 2 ദിവസം കൂടുമ്പോഴാണ് കറി വെക്കുന്നത്. ഡെയിലി കറി വെക്കേണ്ട കാര്യമില്ല. ചോറ് പക്ഷേ എല്ലാ ദിവസവും വെക്കും കേട്ടോ. ചോറൊക്കെ എല്ലാ ദിവസവും വെക്കുക അങ്ങനെ. പിന്നെ കൂടുതലും അവൾക്ക് വെജിറ്റബിൾസിനോടാണ് ഭയങ്കര താല്പര്യം. ഇന്ന് ഉച്ചയ്ക്ക് ഞാനുണ്ടല്ലോ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലെ ഫുഡ് തന്നെയാണ് കഴിച്ചത്. അന്നേരം അത് രാത്രി എടുക്കുകയാണ്. ഞങ്ങൾ 2 പേരും കൂടെ 50-50 ഷെയർ ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടെ കട്ട പിടിച്ചു പോയി. നല്ല ചൂടോട് കൊണ്ടുവന്ന ബിരിയാണിയായിരുന്നു. അന്നേരം എല്ലാം ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് വൈകുന്നേരം ആവുമ്പം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിത്തെ ഡിന്നർ എനിക്കിതാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള ഞാനിവിടെ എൻ്റെ ഒരു ഒഴുപ്പാണിത്. ഇതെന്ന് വിചാരിച്ചാൽ നമ്മുടെ മിൽമയുടെ കേടില്ലേ കിട്ടത്തില്ലേ, അതിൻ്റെ ഉറയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒഴിച്ചിട്ട് അതോ മിസ്റ്റിയുടെ ആണെന്നോ എനിക്ക് ഓർമ്മയില്ല, ഏതോ ഓരോന്നിൻ്റെ ഉറയാണ്. അതിങ്ങനെ മേടിച്ച് എല്ലാം വെച്ചു. ഇനി കുറേ പാത്രങ്ങൾ, ടബ്ബ് ശരിക്കും പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഒഴിയത്തതേയില്ല, ഇങ്ങനെ കിടക്കും. ഞാൻ ചോദിക്കും അപ്പം പാത്രം കഴുകി വെച്ചിരിക്കുന്ന എളുപ്പമാണ് ചില സമയം തോന്നാറുണ്ട്. ചില സമയം എനിക്കിത് ഭയങ്കര മടിയാണ്. എല്ലാം കൂടെ ഒത്തൊരുമിച്ച് അങ്ങ് കഴുകി വെച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരുമല്ലോ. ഇത് സാത്തിക്കുട്ടി എനിക്ക് ഉള്ളി പൊളിച്ച് തരുന്നതാണ് കേട്ടോ. ചുമന്നുള്ളി നമ്മുടെ ഫ്രിഡ്ജിൽ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ പൊളിച്ച് ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിന് നമുക്ക് പാചകം നമുക്ക് കുറച്ചും കൂടി ഒന്ന് എളുപ്പം. ഇനി ബീട്രൂട്ട് തോരനെല്ലാം ഇതേ കണക്ക് കുറേ സ്റ്റീൽ പാത്രങ്ങളിൽ ഞാൻ വെച്ചേക്കുന്നത്. ഈ സ്റ്റീൽ പാത്രങ്ങൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലല്ലാതെ സ്റ്റീൽ പാത്രങ്ങളിലാണ് ഞാൻ യൂസ് ചെയ്ത് വെക്കുന്നത്, കണ്ടെയ്നേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പണ്ടത്തെ ടിഫിൻ ബോക്സ് ആട്ടോ. സാധിക്ക് എപ്പോഴേക്കോ ഞാൻ ടിഫിന് മേടിച്ചു കൊടുത്ത ബോക്സുകളാണ്. അതല്ലാതെ ഞാനിപ്പോൾ 2 ചോറ്റുപാത്രം കണക്കത്തെ വലിയ ചോറ്റുപാത്രമില്ലേ, അത് 2 മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇതേ കണക്ക് കറികളൊക്കെ എടുത്ത് വെക്കുമ്പം നമുക്കത് സ്റ്റോക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഈ മാവ് പൊട്ടിച്ചാൽ അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ റെഡിമെയ്ഡ് മാവാണ്. ഞാൻ എങ്ങനെ അരയ്ക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ടാസ്ക് ആവും. അത് സമയം കിട്ടത്തില്ല. സാറ്റർഡേ സൺഡേ ആണെങ്കിലും നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് സമയം കിട്ടത്തില്ല. പിന്നെ എൻ്റെ മിക്സി എന്ന് വിചാരിച്ചാൽ അധികം അങ്ങോട്ട് അരയുന്ന കൂട്ടത്തിലും അല്ല കേട്ടോ.
അപ്പോൾ ഇനി അടുത്ത എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാസ്ക് എന്ന് വിചാരിച്ചാൽ ഇത് കഴിഞ്ഞു വല്ലതും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സാത്തിക്കുട്ടിയുടെ സ്നാക്ക് ബോക്സിലേക്ക് സ്നാക്സ് എല്ലാം വെക്കുന്നത്. ഇത് നല്ല കപ്പ വറ്റിലാണ്, നല്ല മുളകിട്ട കപ്പ വറ്റിൽ. ഇതിനൊക്കെ എരിയുണ്ടെന്ന് പറഞ്ഞാൽ സാത്തിക്ക് കഴിക്കും കേട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകി തുടച്ച് വെക്കുന്നത്. സാത്തിക്ക് പാത്രം സ്കൂളിൽ കൊണ്ടുപോകണം. അത് ഇത്രയും കഴിഞ്ഞപ്പോഴാണ് എൻ്റെ രാത്രിത്തെ പണിയൊന്ന് ഒതുങ്ങിയത്. അന്നേരം പിറ്റേ ദിവസം നല്ല സുഖമായിട്ട് പൊതിച്ചോറോ എന്താണെന്ന് വിചാരിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ആൻഡ് നൈറ്റ് റൊട്ടീൻ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.